In the previous class, we discussed about correlation diagrams. Correlation diagram shows the relationship between ligand field strength and the energy of different terms, right? So, ligand field strength vary ചെയ്യുന്നതനുസരിച്ചിട്ട് termsന്റെ energy എങ്ങനെ vary ചെയ്യുന്നു എന്നതാണ് correlation diagram കാണിക്കുന്നത്. ആ correlation ഡയഗ്രത്തിന്റെ ഒരു ഓവർ സിംപ്ലിഫൈഡ് ഫോമാണ് ഓർഗൽ ഡയഗ്രം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓർഗൽ ഡയഗ്രാംസ് ക്വാളിറ്റേറ്റീവ് റെപ്രസെൻറ്റേഷൻസ് ആണ്. അതിൽ നമുക്ക് എനർജി കാൽക്കുലേഷൻസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇതാണ് ഒരു ഓർഗൽ ഡയഗ്രത്തിന്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ മെറ്റൽ അയൺ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ടേം ആണ്. ലിഗാൻഡ് ഫീൽഡ് വരുന്നതിന് മുമ്പ് സ്പ്ലിറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് ടേം ആണ് നമ്മൾ ഡി, അതിൻ്റെ ടേം സിമ്പിളാണ് ഈ ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ജനറലി നമ്മൾ അതിൻ്റെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഒന്നും റെപ്രസെൻറ്റ് ചെയ്യാറില്ല. ഡി എന്ന് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ D2 സിസ്റ്റം ആണെങ്കിൽ ഡി എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ഇനി ഓരോ ഫീൽഡ്, ഇപ്പോൾ ഒക്ടാഹെഡ്രൽ ഫീൽഡ് ആണെങ്കിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ്, അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ ഫീൽഡ് ആണെങ്കിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് എന്നുള്ളതാണ്. ഇങ്ങോട്ട് ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഇത് അടുത്ത ഒരു റെപ്രസെൻറ്റേഷൻ ആണ്, ഒരുമിച്ച് കാണിച്ചിരിക്കുന്നത് മാത്രം. ഇങ്ങോട്ട് ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് കൂടി വരുന്നതനുസരിച്ച് ടേംസ് സ്പ്ലിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഓർഗൽ ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ടേംസും നമ്മൾ വരയ്ക്കാറില്ല. ഹയസ്റ്റ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി വരുന്ന, അതായത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആ ടേം മാത്രമേ വരയ്ക്കാറുള്ളൂ. അപ്പോൾ ഈ സ്പ്ലിറ്റിംഗ് നടന്നാലും ഇതിൻ്റെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി സെയിം ആയിരിക്കും. ഇപ്പോൾ ഇത് ഡബിൾ-ടി ആണെങ്കിൽ ഇത് ഡബിൾ-ടി2 എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് സ്പിൻ അലൗഡ് ട്രാൻസിഷൻ ആണ്. കാരണം സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഉള്ള ടേംസ് തമ്മിലാണ് ട്രാൻസിഷൻ നടക്കുക. അപ്പോൾ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ ആയിരിക്കും നമ്മൾ ഓർഗൽ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ഓർഗൽ ഡയഗ്രത്തിൽ നമുക്ക് മെയിനായിട്ടും രണ്ട് ഓർഗൽ ഡയഗ്രമാണ് ആക്ച്വലി നമുക്കുള്ളത്. കാരണം നമുക്കറിയാം ഹോൾ ഫോർമലിസം വെച്ചിട്ട് റിലേഷൻ ഉണ്ട് അല്ലേ, ഈ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ D1, D4, D6, D9 ഇത്രയും കാര്യങ്ങൾ, അതായത് D1ഉം D9ഉം ഒരുമിച്ച് D4ഉം D6ഉം അതിന് നമുക്ക് ഒറ്റ റെപ്രസെൻറ്റേഷൻ കൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഒറ്റ ഓർഗൽ ഡയഗ്രത്തിൽ ഇതുപോലെ കാണിക്കാൻ പറ്റും. അതുപോലെ D2, D8, D3, D7 സിസ്റ്റത്തിൽ നമുക്കിതുപോലെ ഒറ്റ ഓർഗൽ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോറിലേഷൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ ടേമുകളും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ട് റിലേഷൻസ്, വീക്ക് ലിഗാൻഡ് ഫീൽഡ് വരുമ്പോൾ എങ്ങനെയാണ്, സ്ട്രോങ് ലിഗാൻഡ് ഫീൽഡ് വരുമ്പോൾ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗുള്ള റിലേഷൻ നമുക്ക് കാണിക്കണമായിരുന്നു. പക്ഷേ ഓർഗൽ ഡയഗ്രം എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈഡ് ഫോമാണ്. അവിടെ നമ്മൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഹയസ്റ്റ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി വരുന്ന ഒരു ടേം മാത്രമേ, അതിൻ്റെ സ്പ്ലിറ്റിംഗ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. സോ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഈ ഓർഗൽ ഡയഗ്രത്തിൽ നമുക്ക് D1, D6 ഒക്ടാഹെഡ്രൽ സിസ്റ്റവും D4, D9 ടെട്രാഹെഡ്രൽ സിസ്റ്റവും നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ടേം, ഈ കേസുകളിലെല്ലാം ടേം വരുന്നത് D ആണ്. അപ്പോൾ D ടേം നമ്മളിവിടെ സെൻറ്ററിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് സ്പ്ലിറ്റിങ്ങിന് മുമ്പുള്ള ഫ്രീ ആയിട്ട് നമ്മുടെ മെറ്റലൈൻ നിൽക്കുമ്പോൾ ലിഗാൻഡ് ഇല്ലാത്തപ്പോൾ ഉള്ള സിറ്റുവേഷനാണ് ഈ സെൻട്രൽ ലൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. ദെൻ ലിഗാൻഡ് ഫീൽഡ് വരുന്നതനുസരിച്ച്, ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ചിട്ട് ഓരോ ജോമെട്രിയിലും അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എങ്ങനെയാണ് ചേഞ്ച് വന്നിരിക്കുന്നത്, സ്പ്ലിറ്റിംഗ് നടന്നിരിക്കുന്നത് എന്നാണ് ഈ ഓർഗൽ ഡയഗ്രം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഓർഗൽ ഡയഗ്രം ലെഫ്റ്റ് സൈഡ് കണ്ടെയ്ൻസ് D1 ആൻഡ് D6 ഒക്ടാഹെഡ്രൽ അല്ലേ. ഈ ലെഫ്റ്റ് സൈഡ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ലൈൻ മുതൽ ലെഫ്റ്റ് സൈഡ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, D1, D6 ഒക്ടാഹെഡ്രൽ കേസിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് വരുന്നത്, എങ്ങനെയാണ് T2G, EG എന്നുള്ള രീതിയിൽ അല്ലേ. അതുപോലെ D4, D9 ടെട്രാഹെഡ്രൽ കോംപ്ലക്സ്, D4, D9 ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ്, T2E എന്നുള്ള രീതിയിലായിരിക്കും സ്പ്ലിറ്റിംഗ്. അപ്പോൾ നമുക്ക് ഈ സിമെട്രി ടേംസ് ആക്ച്വലി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല, T2E എന്ന് തന്നെ കാണിച്ചാൽ മതി കേട്ടോ. അപ്പം രണ്ടിൻ്റെയും സ്പ്ലിറ്റിംഗ് ഒരുപോലെയാണ് നിൽക്കുക. സോ D1, D6 ഒക്ടാഹെഡ്രൽ എങ്ങനെയാണോ അതുപോലെയായിരിക്കും D4, D9 ടെട്രാഹെഡ്രലിൽ സ്പ്ലിറ്റിംഗ് വരിക. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കേ. റൈറ്റ് ഹാൻഡ് സൈഡിൽ എങ്ങനെയാണ്, D9, D4 ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ ലിഗാൻഡ് വരുമ്പോൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നേരെ തിരിഞ്ഞു അല്ലേ. ഇവിടെ D1, D6 ഒക്ടാഹെഡ്രൽ എങ്ങനെയായിരുന്നു അതിൻ്റെ നേരെ തിരിഞ്ഞു വന്നു D9, D4 ഒക്ടാഹെഡ്രൽ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ EG, T2G ആണ്. ഇനി D1, D6 ടെട്രാഹെഡ്രൽ ആകുമ്പോഴോ ഈ മേളിലത്തെ D4, D9 ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് പോലെ തന്നെയാണല്ലേ. പക്ഷേ ഈ ഇയും G നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല, സെൻട്രൽ സിമെട്രി ടേം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇയും T2ഉം എന്ന് പറയും. അപ്പോൾ ഇത് ഓർത്തിരിക്കാനൊരു ജനറൽ റൂൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നില്ലേ, ഇത് തമ്മിൽ എങ്ങനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്ത് എങ്ങനെയാണ് സിമിലാരിറ്റി കാണിക്കുക എന്നുള്ളത്.
സോ നമുക്കറിയാം DNഉം DN+5ഉം സെയിം ഡയഗ്രം ആയിരിക്കും ഒക്ടാഹെഡ്രൽ ഫീൽഡ്. അതായത് D1 ആണ് ഇതെങ്കിൽ ഇതെന്തായിരിക്കും D6 അല്ലേ. അതുപോലെ DNഉം DN+5ഉം ടെട്രാഹെഡ്രൽ ഫീൽഡും സിമിലാരിറ്റി കാണിക്കും. D1ഉം D6ഉം ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ഇനി DNഉം DN+5ഉം ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ എങ്ങനെയാണോ അതിന്റെ റിവേഴ്സ് ആയിരിക്കും, ഇൻവേഴ്സ് ആയിരിക്കും എന്ത് DN ആൻഡ് DN+5നെ ടെട്രാഹെഡ്രൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പോസിബിൾ ട്രാൻസിഷൻസ് ഏതാണ്? ലെഫ്റ്റ് സൈഡിൽ T2G to EG ട്രാൻസിഷനും റൈറ്റ് സൈഡിൽ EG to T2G ട്രാൻസിഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? D1 D6 ഒക്ടാഹെഡ്രലിലും D9 D4 ടെട്രാഹെഡ്രലിലും പോസിബിൾ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ T2G to EGയും D9 D4 ഒക്ടാഹെഡ്രലിലും D1 D6 ടെട്രാഹെഡ്രലിലും പോസിബിൾ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ EG to T2G ആയിരിക്കും സ്പിൻ അലൗഡ് ട്രാൻസിഷൻസ് വരിക. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ D1 സിസ്റ്റവും D9 സിസ്റ്റവും നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് മുമ്പ് ടേം സിമ്പിൾസ് ഡിറൈവ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ എല്ലാം ടേം എന്ന് പറയുന്നത് WD ആണ്. സ്റ്റേബിൾ ടേമിനെ പറ്റിയാണ് പറയുക കേട്ടോ. ടേം സിമ്പിൾ എന്ന് പറയുന്നത് WD ആണ്. സ്പ്ലിറ്റിംഗ് പാറ്റേൺ എങ്ങനെയാണ്? രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ, ഹോൾ ഫോർമലിസം കൊണ്ട്. D1നെ നമ്മൾ 1 ഇലക്ട്രോൺ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ D9 എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ ആയിട്ട് 1 ഇലക്ട്രോൺ മിസ്സിംഗ് ആയിട്ടാണ്. EG3 ആണല്ലേ, അതിലൊരു EGയിൽ 1 ഇലക്ട്രോൺ മിസ്സിംഗ് പോലെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുക. ഹോൾ ഫോർമലിസം പറഞ്ഞു. അപ്പോൾ D1ൽ എങ്ങനെയാണോ സ്പ്ലിറ്റിംഗ് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും D9ലെ സ്പ്ലിറ്റിംഗ് വരിക, ഹോൾ ഫോർമലിസം കൊണ്ട്. ഓക്കെ, ഇലക്ട്രോൺ ഹോൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഹോൾ ഫോർമലിസം കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫിനോമിനൻ നമുക്ക് വിസിബിൾ ആവുന്നത്. സോ ഒരു D9 മെറ്റൽ ഹാസ് ആൻ ഇലക്ട്രോൺ വേക്കൻസി എന്ന് നമുക്ക് പറയാം അല്ലേ. ഒരു ഹോൾ ഇൻ ഇറ്റ്സ് D സബ്ഷെൽ EGയിലാണ് വരിക and thus can be considered as the inverse of the D1 arrangement. ഓക്കെ, അപ്പോൾ രണ്ടിലും D1ലും D9ലും ഐഡന്റിക്കൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം ആണ്, ഡബ്ലറ്റ് D ആണുള്ളത്. അത് സ്പ്ലിറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഡബ്ലറ്റ് D ടേം എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക? ഡബ്ലറ്റ് T2Gയും ഡബ്ലറ്റ് EG ആയിട്ടാണ് അല്ലേ. പക്ഷേ നമുക്ക് നോക്കുകയാണെങ്കിൽ D1 സിസ്റ്റത്തിൽ T2G EG, T2G ലോവർ എനർജി EG ഹയർ എനർജി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ D9 സിസ്റ്റത്തിൽ EG ലോവർ എനർജി T2G ഹയർ എനർജി എന്നുള്ള രീതിയിലായിരിക്കും സ്പ്ലിറ്റിംഗ് നടക്കുക. കറസ്പോണ്ടിങ് സ്പെക്ട്രം നോക്കിക്കേ, ഇവിടെ ഏതാണ് ട്രാൻസിഷൻ? ഈ കേസിൽ ഏതാണ് ട്രാൻസിഷൻ? T2G to EG, T2G to EG, ഡബ്ലറ്റ് T2G to ഡബ്ലറ്റ് EG ട്രാൻസിഷൻ ആണ്. ഇവിടെ നടക്കുന്ന ട്രാൻസിഷൻ നോക്കിയേ, EG to T2G ആണ്, ഡബ്ലറ്റ് EG to ഡബ്ലറ്റ് T2G ട്രാൻസിഷൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? Mulliken states, the energy order of Mulliken states in D9 configuration is just inverse of that of D1 system എന്ന് നമുക്ക് പറയാം because of Hall formalism. സോ നമ്മൾ കണ്ടു D1 D9 ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ D1ഉം D9ഉം തമ്മിൽ സ്പ്ലിറ്റിംഗ് ഇൻവേഴ്സ് രീതിയിലാണ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്. സെയിം ജോമെട്രി ആണെന്ന് ഓർക്കണം. ഒക്ടാഹെഡ്രലിൻ്റെ ഉള്ളിൽ തന്നെ D1ഉം D9ഉം ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. കാരണം ഹോൾ ഫോർമലിസം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി D1 D9 സിസ്റ്റം തന്നെ ടെട്രാഹെഡ്രൽ ജോമെട്രിയിലോട്ട് വരുമ്പോൾ നമ്മുടെ ലിഗാൻഡ് ഫീൽഡ് ഒരു ടെട്രാഹെഡ്രൽ ജോമെട്രിയിലാവുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ D1 ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് എങ്ങനെയായിരുന്നോ അതിൻ്റെ ഇൻവേഴ്സ് ആണ് D1 ടെട്രാഹെഡ്രലിൽ വരിക. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ D1 സ്പ്ലിറ്റ് ചെയ്തത് T2G ലോവർ എനർജിയും EG ഹയർ എനർജിയുമായിട്ടാണ് അല്ലേ. ഇനി നോക്കിയേ, D1 D9 ടെട്രാഹെഡ്രൽ ആകുമ്പോൾ D1 സിസ്റ്റം അതിന് നേരെ തിരിഞ്ഞു വന്നു അല്ലേ. ഇവിടെ നമ്മൾ സെൻട്രോസിമെട്രി ഇല്ലാത്തതുകൊണ്ട് G നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. സോ ഡബ്ലറ്റ് E ലോവർ എനർജിയും ഡബ്ലറ്റ് T2 ഹയർ എനർജിയും വരുന്ന പോലെ ഇൻവേഴ്സ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ D1 ഒക്ടാഹെഡ്രലിൻ്റെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണോ അതിൻ്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത് D1 ടെട്രാഹെഡ്രലിൻ്റെ സ്പ്ലിറ്റിംഗ്. ഇനി D9 ഒക്ടാഹെഡ്രൽ എങ്ങനെയായിരുന്നു? ഈ താഴെയായിരുന്നു അല്ലേ, ഈ ലോവറും T2G ഹയറുമായിരുന്നു. പക്ഷെ D9 ടെട്രാഹെഡ്രൽ വന്നപ്പോൾ എങ്ങനെയായി? ഡബ്ലറ്റ് T2 ലോവർ എനർജിയും ഡബ്ലറ്റ് T ഹയർ എനർജിയും ആയി. അതായത് D9 ഒക്ടാഹെഡ്രൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത് D9 ടെട്രാഹെഡ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, D1 ഒക്ടാഹെഡ്രലിൻ്റെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണോ അതേപോലെ ആണ് എന്ത് D9 ടെട്രാഹെഡ്രലിൻ്റെ സ്പ്ലിറ്റിംഗ് വരിക. ഓക്കെ, അപ്പോൾ D1 ഒക്ടാഹെഡ്രലും D9 ടെട്രാഹെഡ്രലും ഒരുപോലെ വരും.
ഇനിയോ D9 ഒക്ടാഹെഡ്രലും D1 ടെട്രാഹെഡ്രലും ഒരുപോലെ വരും. മനസ്സിലായോ? ഓരോന്നിനെയും കറസ്പോണ്ടിങ് സ്പെക്ട്ര ഇവിടെ ട്രാൻസിഷൻ കാണിച്ചിട്ടുണ്ട്. ഇത് D1 ടെട്രാഹെഡ്രലാണ്, E2 T2 ആയിരുന്നു. ഇത് G9 ടെട്രാഹെഡ്രലാണ്, T2 to E ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേംസ് സെയിം ആണെങ്കിലും ഡെസ്പൈറ്റ് ഹാവിങ് ഐഡന്റിക്കൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിമ്പിൾ ഡബ്ലറ്റ് ഡി ആണ്. അത് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയും ഒരുപോലെയാണ്. ഡബ്ലറ്റ് ടി ടു ഡബ്ലറ്റ് ടി ആണ് ടെട്രാഹെഡ്രൽ ഫീൽഡിൽ. പക്ഷേ എനർജി ഓർഡർ എങ്ങനെയായിരിക്കും? ടെട്രാഹെഡ്രൽ ഫീൽഡിലെ ഈ മുള്ളിക്കൻ സിമ്പിൾസിന്റെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന സിമ്പിൾസിന്റെ എനർജി ഓർഡർ ഒക്ടാഹെഡ്രലിൽ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ജിയോ യുഒ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നില്ല ടെട്രാഹെഡ്രൽ ജോമെട്രി സെൻട്രോസിമെട്രിക്ക് അല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഒക്ടാഹെഡ്രലിന്റെ D1 ഉം D9 ഉം തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വരാൻ കാരണം എന്താണ്? ഹാൾ ഫോർമലിസം ആണ്. അതേസമയം D1 ഒക്ടാഹെഡ്രലും D1 ടെട്രാഹെഡ്രലും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വരാൻ കാരണം എന്താണ്? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിലെ വ്യത്യാസമാണല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ ഡി ഓർബിറ്റൽസ് ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗിന്റെ ഓപ്പോസിറ്റ് ആണ് ടെട്രാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ കാരണം കൊണ്ടാണ് ടേംസും ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത രണ്ട് സിസ്റ്റം നോക്കാം. D4 ഉം D6 ഉം ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് എന്ന് നോക്കാം. അപ്പോൾ ടേം സിമ്പിൾസ് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. D4ന്റെയും D6ന്റെയും ടേം സിമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം വരുന്നത് അല്ലെങ്കിൽ ഹൈ സ്പിൻ മൾട്ടിപ്ലിസിറ്റി ടേം വരുന്നത് 5 അല്ലേ. സ്പിൻ മൾട്ടിപ്ലിസിറ്റി 5 ആണ്, 5G ആണ് വരുന്നത്. ഓക്കെ, പക്ഷേ സ്പ്ലിറ്റിംഗ് എങ്ങനെയായിരിക്കും? D4ൽ എങ്ങനെയാണോ സ്പ്ലിറ്റിംഗ് ഈ 5Dക്ക് വരിക അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഇൻവേഴ്സ് ആയിരിക്കും D6ൽ സ്പ്ലിറ്റിംഗ് വരിക. അതിന്റെ കാരണം എന്താ? രണ്ടും ഒക്ടാഹെഡ്രലാണ്. അതുകൊണ്ട് തന്നെ ഹാൾ ഫോർമലിസം കൊണ്ടാണ് ആ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വരിക. ഓക്കെ, അപ്പം നമ്മൾ D4നെ ഇലക്ട്രോൺ ഉള്ളതായിട്ടും D6ൽ ഇലക്ട്രോൺ വേക്കൻസി അല്ലെങ്കിൽ ഹാൾ ഉള്ളതായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെയാണ് D6 D4ന്റെ ഇൻവേഴ്സ് ആയിട്ട് മാറുക. ഓക്കെ, അപ്പോൾ D4ലും D6ലും നമ്മുടെ ടേം സിമ്പിൾ ഒന്നാണ്, 5D ആണ്. അതിന്റെ സ്പ്ലിറ്റിംഗ് ഒരേപോലെയാണ്. 5T2G 5EG ആണ് ഒക്ടാഹെഡ്രൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ എനർജി ഓർഡർ എങ്ങനെയാണ്? മുള്ളിക്കൽ ടേംസിന്റെ എനർജി ഓർഡറിൽ D6ൽ വരുന്നത് എങ്ങനെയാണ്? D4ന്റെ എനർജി സ്പ്ലിറ്റിംഗ് എങ്ങനെയാണോ അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും D6 കോൺഫിഗറേഷൻ വരിക. ഇവിടെ നമുക്ക് D4 കാണാം, 5E ആണ്, EG ആണ് ലോവർ കോൺഫിഗറേഷൻ, ലോവർ എനർജി ടേം വരിക. 5T2G ആണ് ഹയർ എനർജി ടേം വരിക. കറസ്പോണ്ടിങ് ട്രാൻസിഷൻ 5EG to T2G ആണ്. ഇനി D6 ഒക്ടാഹെഡ്രൽ നോക്കിയേ, ഇതിന്റെ നേരെ തിരിഞ്ഞു വന്നു അല്ലേ. T2G ലോവർ എനർജിയിലേക്കും വന്നു, EG ഹയർ എനർജിയിലോട്ടും പോയി. കറസ്പോണ്ടിങ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ T2G to EG ആയിരിക്കും. ഓക്കെ, ഇതിന് കാരണം സെയിം ജോമെട്രിയിൽ ഹാൾ ഫോർമലിസം ആണ് ഈ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിന് കാരണം. ഇനി D4 D6 ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് നോക്കിയാലോ. D4 ഒക്ടാഹെഡ്രൽ എങ്ങനെയാണോ അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും D4 ടെട്രാഹെഡ്രൽ വരിക. അത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഒക്ടാഹെഡ്രലിന്റെ ഓപ്പോസിറ്റ് ടെട്രാഹെഡ്രൽ വരും. അതുപോലെ D6 ഒക്ടാഹെഡ്രൽ എങ്ങനെയായിരുന്നു അതിന്റെ ഇൻവേഴ്സ് രീതിയിലായിരിക്കും D6 ടെട്രാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് വരിക. അപ്പോൾ D4 ടെട്രാഹെഡ്രൽ സിസ്റ്റത്തിലും ടേം സെയിം ആണ്, സ്പിൻ മൾട്ടിപ്ലിസിറ്റി സെയിം ആണ്, 5D ആണ്. ഇവിടെ സ്പ്ലിറ്റിംഗ് 5T2 5E ആണ്. G റെപ്രസെന്റ് ചെയ്യാൻ പാടില്ല അല്ലെ, സെൻട്രോസിമെട്രി ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ എനർജി ഓർഡർ D4ന്റെയും D6ന്റെയും ഓപ്പോസിറ്റ് ആയിരിക്കും. അത് മാത്രമല്ല D4 ഒക്ടാഹെഡ്രൽ എങ്ങനെയാണോ അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും D4 ടെട്രാഹെഡ്രൽ. D6 ഒക്ടാഹെഡ്രൽ എങ്ങനെയാണോ അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും D6 ടെട്രാഹെഡ്രൽ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും D6 ഒക്ടാഹെഡ്രൽ പോലെ ആയിരിക്കും D4 ടെട്രാഹെഡ്രൽ വരിക. D4 ഒക്ടാഹെഡ്രൽ പോലെ ആയിരിക്കും D6 ടെട്രാഹെഡ്രൽ വരിക. പക്ഷേ അതിന്റെ സെൻട്രോസിമെട്രിക് ടേം GE ടേം ഉണ്ടാവില്ല എന്ന് മാത്രം. സോ ഇനി നമുക്ക് D2 D8 അതുപോലെ D2 D7 ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഓർഗൽ ഡയഗ്രാം ഒരുമിച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് നോക്കാം. ഈ ഓർഗൽ ഡയഗ്രാം F ഓർഗൽ ഡയഗ്രാം ആയിരിക്കും, കാരണം ഇതിന്റെ ഫോം എന്ന് പറയുന്നത് F ആണ് വരിക അല്ലേ. സോ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എൻ F ഓർഗൽ ഡയഗ്രാം ഫോർ 7 tetrahedral and D2 D8 octahedral complexes. The right hand side of the orbital diagram contains D3 D8 tetrahedral and left hand side contains D2 D7 octahedral complexes. Right hand side represents D3 D8 tetrahedral, whereas left hand side represents D2 D7 octahedral complexes.
ഇനി നമുക്കറിയാം എഫ് ടൈം എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക. ഒക്ടാഹെഡ്രൽ ആണെങ്കിൽ A2G T2G T1G എന്നുള്ള രീതിയിലായിരിക്കും. എഫ് അല്ല ഡി ഇൻവേഴ്സ് 7 വേണം. അപ്പോൾ ആ രീതിയിലായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? A2G F മുതൽ A2G F ടു T2G F ആയിരിക്കും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ T1G F ടു T2G F ആയിരിക്കും. And the splitting is caused by, or the difference in energy between these levels are due to electron repulsion, and in the electronic repulsion parameter is represented as Rache parameter, right? B. So the energy difference is 15 B, where B is a Rache parameter, which is a measure of electron repulsion in the electronic repulsions. Okay. നമ്മുടെ ഒക്ടാഹെഡ്രൽ ഫീൽഡിലൊക്കെ ഡെൽറ്റ അല്ലെങ്കിൽ ഫിസിക്കൽ സ്പ്ലിറ്റിംഗ് നടക്കുമ്പോൾ ഡെൽറ്റ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമുക്ക് Rache പാരാമീറ്റർ നമുക്ക് എക്സ്പെരിമെന്റിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മൾ D2 സിസ്റ്റം D2 കോൺഫിഗറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 3 രീതിയിൽ നമുക്ക് 2 ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യാം. 2 ഇലക്ട്രോണിനെ നമുക്ക് T2Gയിൽ പ്ലേസ് ചെയ്യാം, T2G2, ഇല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ T2Gയിലും ഒരെണ്ണത്തിൽ EGയിലും, T2G1 EG1, അല്ലെങ്കിൽ 2 ഇലക്ട്രോണിനെ EG ലെവലിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. D2 D8 ഒക്ടാഹെഡ്രൽ സിസ്റ്റത്തിന്റെ ഓർബിറ്റൽ ഡയഗ്രം നമുക്ക് നോക്കാം. D2 D8 സിസ്റ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് A എന്ന് പറഞ്ഞാൽ ട്രിപ്ലറ്റ് F ആണ്. ട്രിപ്ലറ്റ് എഫിന്റെ സ്പ്ലിറ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ D2ൽ എങ്ങനെയാണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും D8 വരിക. കാരണം ഹോൾ ഫോർമുലിസം ആണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പിന് കാരണം ഹോൾ ഫോർമുലിസം ആണ് നമുക്കറിയാം അല്ലേ. D8 മെറ്റൽ അയണിന് നമ്മൾ 2 ഇലക്ട്രോൺ വേക്കൻസീസ് ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യും, 2 ഹോൾസ് ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യും. അത് കാരണം D2 അറേഞ്ച്മെന്റിന്റെ ഇൻവേഴ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് D8നെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റ് രണ്ടിലും ട്രിപ്ലറ്റ് എഫ് ആണ്. സ്പ്ലിറ്റിംഗ് രീതികൾ ഒരുപോലെയാണ്, ഓർഡറേ വ്യത്യാസമുള്ളൂ. സ്പ്ലിറ്റിംഗ് ട്രിപ്ലറ്റ് A2G, ട്രിപ്ലറ്റ് T2G ആൻഡ് ട്രിപ്ലറ്റ് T1G എന്നുള്ള രീതിയിലാണ് ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ സ്പ്ലിറ്റിംഗ് നടക്കുക. മുള്ളിക്കൻ സിംബിൾസിന്റെ എനർജി ഓർഡർ എന്ന് പറയുന്നത് D8ൽ എങ്ങനെയാണോ അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും D2 സിസ്റ്റത്തിൽ വരിക. ഓക്കെ, അപ്പോൾ D2 നമ്മൾ നോക്കുവാണെങ്കിൽ ട്രിപ്ലറ്റ് T1G ലോവർ, ദെൻ ട്രിപ്ലറ്റ് T2G, ദെൻ കംസ് ട്രിപ്ലറ്റ് A2G, 3p ടേമും കൂടെ അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം D8 സിസ്റ്റത്തിന് നോക്കുമ്പോൾ നേരെ തിരിഞ്ഞിരുന്നു. ട്രിപ്ലറ്റ് A2G ലോവർ ലെവലിലേക്ക് വന്നു, ട്രിപ്ലറ്റ് T2G സെയിം എനർജി ഡിക്രീസ് ചെയ്തിട്ടുണ്ട്, ട്രിപ്ലറ്റ് T2G, ദെൻ ട്രിപ്ലറ്റ് T1G. അപ്പോൾ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ 2 ട്രാൻസിഷൻ ഇവിടെ പോസിബിൾ ആണല്ലോ. ഏതൊക്കെയാണ്? ട്രിപ്ലറ്റ് T1G ടു ട്രിപ്ലറ്റ് T2Gയും പോസിബിൾ ആണ്. ദെൻ ട്രിപ്ലറ്റ് T2G ടു ട്രിപ്ലറ്റ് T1G, ഈ ട്രാൻസിഷനും പോസിബിൾ ആണ്. സോ നമുക്ക് 2 ഇതേപോലെ നമുക്ക് കിട്ടും, ബാൻഡ് കിട്ടും. ഇനി D8 സിസ്റ്റത്തിലാണെങ്കിൽ ട്രാൻസിഷൻസ് ഏതൊക്കെയാണ്? ട്രിപ്ലറ്റ് A2Gന് ട്രിപ്ലറ്റ് T2Gയിലേക്ക് ട്രാൻസിഷൻ പോസിബിൾ ആണ്. അതുപോലെ ട്രിപ്ലറ്റ് A2Gയിൽ നിന്ന് ട്രിപ്ലറ്റ് T1Gയിലേക്ക് ട്രാൻസിഷൻ പോസിബിൾ ആണ്. ട്രിപ്ലറ്റ് A2Gയിൽ നിന്ന് ട്രിപ്ലറ്റ് T1G, P ഉണ്ടല്ലേ, ഈ Pയിലേക്കും കൂടെ ട്രാൻസിഷൻ പോസിബിൾ ആണ് ഇവിടെ ഈ കേസിൽ. ഓക്കെ, സോ ഇതാണ് D2 D8 ഒക്ടാഹെഡ്രൽ സിസ്റ്റത്തിന്റെ ഓർബിറ്റൽ ഡയഗ്രം എന്ന് പറയുന്നത്. D2 D8 ടെട്രാഹെഡ്രൽ എന്ന് പറയുമ്പോൾ നേരെ ഇൻവേഴ്സ് വരുമല്ലോ. D2 ഒക്ടാഹെഡ്രൽ എങ്ങനെയാണോ അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും D2 ടെട്രാഹെഡ്രൽ. D8 ഒക്ടാഹെഡ്രലിന്റെ ഇൻവേഴ്സ് ആയിരിക്കും D8 ടെട്രാഹെഡ്രൽ എന്ന് ഓർത്തിരിക്കുക. D2 and D7 octahedral system. ഇവിടെ D3 D7 സിസ്റ്റത്തിന്റെ ടൗൺ ടേം എന്ന് പറയുന്നത് ക്വാർട്ടറ്റ് F ആണ്. സ്പ്ലിറ്റിംഗ് എങ്ങനെയായിരിക്കും? D3ന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും D7 ഹോൾ ഫോർമുലിസം കൊണ്ട്. D7ന് നമുക്ക് 3 ഹോൾ ഉള്ളതായിട്ട് 3 ഇലക്ട്രോൺ വേക്കൻസി ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ D3യുടെ ഇൻവേഴ്സ് ആയിരിക്കും D7 വരിക. ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം രണ്ടിലും ഐഡന്റിക്കലാണ്. F ആണ്, സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയും ഒരുപോലെയാണ്. For A2G, T2G, for T1G ഒക്ടാഹെഡ്രൽ ഫീൽഡ് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും F ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. പക്ഷെ എനർജി ഓർഡർ D3ന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും D7ൽ വരിക. D3 നോക്കുവാണെങ്കിൽ ഈ രീതിയിലായിരിക്കും സ്പ്ലിറ്റിംഗ് എനർജി ഓർഡർ വരിക. ഇതാണ് D8ന്റെ എനർജി ഓർഡർ, ജസ്റ്റ് ഓപ്പോസിറ്റായി D3യിൽ നമുക്ക് ഇതേപോലെ 3 ട്രാൻസിഷനും D2യിൽ 2 ട്രാൻസിഷനുമാണ് പോസിബിൾ. ഇത് ക്രോസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ 3 ട്രാൻസിഷൻ പോസിബിൾ ആണ്. ഇവിടെ 2 ട്രാൻസിഷൻ, ഒരെണ്ണം Pയിലേക്കാണെന്ന് ഓർക്കുക.
D3 D7 ടെട്രാഹെഡ്രൽ ടൈം സെയിം ആണ്. ഫോർ എഫ് ആണ്. സ്പ്ലിറ്റിംഗ് രീതി സെയിം ആണ്. ജി അവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല, സെൻട്രോസിമെട്രിക് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ A2 T2 T1 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റിംഗ് വരിക. D3 എങ്ങനെയാണോ സ്പ്ലിറ്റിംഗ് അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും D7 ടെട്രാഹെഡ്രലിൽ വരിക. അത് മാത്രമല്ല D3 ഒക്ടാഹെഡ്രലിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും D3 ടെട്രാഹെഡ്രൽ. D7 ഒക്ടാഹെഡ്രലിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും D7 ടെട്രാഹെഡ്രൽ എന്ന് പറയുന്നത്. So now let us see the orbital diagram of D5 system. ഇതുവരെ നമ്മൾ പറഞ്ഞ D1 D9 ആവട്ടെ, D2 D8 D3 D7 D4 D6 ഈ സിസ്റ്റത്തിലെല്ലാം ട്രാൻസിഷൻസ് എപ്പോഴും എങ്ങനെയായിരുന്നു? സ്പിൻ അലൗഡ് ട്രാൻസിഷൻ ആയിരുന്നു. അതായത് സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഉള്ള ട്രാൻസിഷൻസ്. ഇപ്പോൾ ഡബ്ലറ്റ് T2Gന്ന് ഡബ്ലറ്റ് TG അല്ലെങ്കിൽ ട്രിപ്ലറ്റ് A2Gന്ന് ട്രിപ്ലറ്റ് T2Gയിലേക്ക്, അതുപോലെ ഒരേ സ്പിൻ മൾട്ടിപ്ലിസിറ്റി വരുന്ന സ്പിൻ അലൗഡ് ട്രാൻസിഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ D5 സിസ്റ്റത്തിൽ നമുക്ക് ഒറ്റ ടേമേ വരുന്നുള്ളൂ. ഫിറ്റ് ചെയ്ത് കിട്ടുന്ന ടേം എന്ന് പറയുന്നത് 6A1G ആണ്. സെക്കൻഡ് ടേമാണ് 6A1G ആണ് വരിക. സോ നമുക്ക് ട്രാൻസിഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ നിന്ന് എങ്ങോട്ടേക്ക് വേണം? എസ് ആയിരുന്നല്ലോ നമ്മുടെ ടേം. അത് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടിയ ഈ ഒറ്റ ടേം മുള്ളിക്കൻ സിമ്പലേ ഉള്ളൂ. അതിൽ നിന്ന് അടുത്ത സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഡിഫറൻസ് ഉള്ള വേറൊരു ടേമിലേക്ക്, ഇപ്പോൾ ജി ഫിറ്റ് ചെയ്ത് കിട്ടുന്ന ക്വാർട്ടർ T1Gയിലേക്ക് വേണം ട്രാൻസിഷൻ നടക്കാൻ. അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്പിൻ മൾട്ടിപ്ലിസിറ്റി വ്യത്യാസമുള്ള രീതിയിലുള്ള ട്രാൻസിഷൻ വേണം D5 സിസ്റ്റത്തിൻ്റെ കേസിൽ നടക്കാനായിട്ട്. അപ്പോൾ അത് സ്പിൻ അലൗഡ് ട്രാൻസിഷൻ ആണോ? അല്ല, സ്പിൻ അലൗഡ് ട്രാൻസിഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും അല്ലേ. ഇനി ഈ സ്പ്ലിറ്റിങ്ങിൻ്റെ ഈ ലെവൽസ് തമ്മിൽ സ്പ്ലിറ്റിങ്ങിൻ്റെ കാരണം ഇൻഡോ ഇലക്ട്രോണിക് റിപ്പൾഷൻ ആണ്. നമുക്ക് റാറ്റി പാരാമീറ്റർ V വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഗ്രൗണ്ട് സ്റ്റേറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾ വീക്ക് ഫീൽഡ് ലിഗാൻഡുകൾ മാത്രമാണ് ഓർഗൽ ഡയഗ്രാം വരയ്ക്കാൻ റെപ്രസെൻറ്റ് ചെയ്യുക നമ്മൾ പറഞ്ഞു. ഹൈസ്പിൻ കേസുകൾ മാത്രമാണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ T2Gയിൽ 3 ഇലക്ട്രോൺ, സോറി 2 സബ്സ്ക്രിപ്റ്റ് ആണ്. T2Gയിൽ 3 ഇലക്ട്രോണും EGയിൽ 2 ഇലക്ട്രോണും വരുന്ന പോലെയുള്ള കോൺഫിഗറേഷൻ ആയിരുന്നു വരിക. 5 ഇലക്ട്രോണും എങ്ങനെയാണ്? അൺപെയർഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലേ. അതുകൊണ്ടാണ് സ്പിൻ 2s+1 എന്നുള്ളത് 6 വന്നത്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ്ഡ് പെയറിംഗ് നടത്തി അല്ലെങ്കിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുമായിരുന്നെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ സ്പിൻ മൾട്ടിപ്ലിസിറ്റി അല്ലേ, അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം കുറയുന്നതനുസരിച്ച് 2ns+1 ആണ്, എണ്ണം കുറയുന്നതനുസരിച്ച് 6 എന്നുള്ള സ്പിൻ മൾട്ടിപ്ലിസിറ്റി ലോവർ മൾട്ടിപ്ലിസിറ്റിയിലോട്ട് കുറഞ്ഞു വന്നത്. ഓക്കെ, ഇനി നമ്മളൊരു പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഹെക്സാക്വ മാംഗനീസ് 2+ പോലുള്ളൊരു കോംപ്ലക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ എന്തായിരിക്കും? വളരെ വീക്കായിരിക്കും. കാരണം എന്താ? ഓൾറെഡി സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷൻ ആണ് നടക്കുക. സ്പിൻ മൾട്ടിപ്ലിസിറ്റി വ്യത്യാസമുള്ള ലെവലിലേക്ക് ട്രാൻസിഷൻ പോസിബിൾ ആവുന്നുള്ളൂ. അത് മാത്രമല്ല പെർഫെക്റ്റ്ലി ഒക്ടാഹെഡ്രൽ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആകുമ്പോൾ അവിടെ ലാപ്പോർട്ടെ ഫോർബിഡൻസും കൂടെ വരാനുള്ള സാധ്യതയുണ്ടല്ലേ. സെൻട്രോസിമെട്രിയുള്ള മോളിക്യൂൾ ആയതുകൊണ്ട് ലാപ്പോർട്ടെ സെലക്ഷൻ റൂൾ അവിടെ ആപ്ലിക്കബിൾ ആവും. അതുകൊണ്ട് തന്നെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് ഒക്ടാഹെഡ്രൽ ആയിട്ടുള്ള മാംഗനീസ് കോംപ്ലക്സ് MnH2 എന്ന് പറഞ്ഞാൽ വളരെ പെയിൽ ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി വളരെ കുറഞ്ഞ പെയിൽ പിങ്ക് കളറായിരിക്കും. അതേസമയം മാംഗനീസ് 2+ എന്ന് പറഞ്ഞാൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് കുറച്ചുകൂടെ കളർ ഉണ്ടാവും. കാരണം എന്താ? അത് സ്പിൻ ഫോർബിഡൻ ആണെങ്കിൽ കൂടെ സെൻട്രോസിമെട്രി ഇല്ലാത്തതുകൊണ്ട് ലാപ്പോർട്ടെ അലൗഡ് ആയിരിക്കും അല്ലെ. പാരിറ്റി ചേഞ്ച് ഉള്ള ട്രാൻസിഷൻസ് G2G അല്ലെങ്കിൽ GTU അല്ലെങ്കിൽ UTG ട്രാൻസിഷൻസ് പോസിബിൾ ആവുന്നതും കൊണ്ട് ലാപ്പോർട്ടെ സെലക്ഷൻ റൂൾ അലൗഡ് ആവുന്നതുകൊണ്ടാണ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സസിന് കുറച്ചുകൂടെ ഇൻറ്റൻസ് കളർ ഉണ്ടാവാനായിട്ടുള്ള കാരണം. സോ D5 സിസ്റ്റത്തിൻ്റെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഏറ്റവും കൂടിയ ടേമാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേമായിട്ട് എടുക്കുക. അത് 6s ആയിരുന്നു അല്ലേ. അതർ ടേംസ് എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ G ഉണ്ട്, ക്വാർട്ടർ T ഉണ്ട്, ക്വാർട്ടർ D ഉണ്ട്, ക്വാർട്ടർ F ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ടേംസും എല്ലാം ലിഗാൻഡ് ഫീൽഡിൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി മുമ്പത്തെ കേസുകളിലെല്ലാം ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സ്പ്ലിറ്റിംഗ് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ കാണിക്കണമെങ്കിൽ മറ്റ് ലെവൽസ് കൂടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേ മതിയാവുന്നുള്ളൂ. അപ്പം ട്രാൻസിഷൻസ് എപ്പോഴും നോക്കിക്കേ സ്പിൻ മൾട്ടിപ്ലിസിറ്റി വ്യത്യാസമുള്ള ലെവലുകളിലേക്ക് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് കളർ എങ്ങനെയായിരിക്കും? ഈ കളറായിരിക്കും. ഇനി അതൊരു പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണെങ്കിൽ അവിടെ ലാപ്പോർട്ടെ സെലക്ഷൻ റൂളും കൂടെ വരുന്നതുകൊണ്ട് റിയലി വീക്ക് കളറായിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ D5 ഒക്ടാഹെഡ്രൽ കേസിൽ പോസിബിൾ ട്രാൻസിഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുക. ഇനി D5 ടെട്രാഹെഡ്രൽ സിസ്റ്റം ആകുമ്പോഴോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം തന്നെയാണ്.
ഡി ഫേസ് സിസ്റ്റം. പക്ഷേ സ്പ്ലിറ്റിങ്ങിന് വ്യത്യാസമില്ല അല്ലേ, ഒറ്റ ടേമേ ഉള്ളൂ. അതിൽ ജിയും യുവും നമ്മൾ റിമൂവ് ചെയ്യുന്നു എന്ന് മാത്രം. സെൻട്രോസിമെട്രി ടെട്രാഹെഡ്രലിന് ഇല്ലാത്ത കാരണം ട്രാൻസിഷൻസ് എല്ലാം ഒരേപോലെ ആണ്.